ഇതോടെ മനസ്സമ്മതാഘോഷം പിരിച്ചുവിട്ടിരിക്കുന്നു. എല്ലാരും വീട്ടിൽ പോണേ. എന്നും വീട്ടിൽ പോണല്ലേ, ഇന്ന് വീട്ടുകാർക്കൊരു ചേഞ്ച് ആവട്ടെ. ഞാനിത് തീർത്തിട്ടേ പോണുള്ളൂ. എല്ലാം അടിക്കടാ. അടിച്ച് പൂക്കുറ്റിയായിട്ട് പൂത്തിരിയും കത്തിച്ചിട്ടേ പോവാ. ഈ പൂത്തിരി ഉദ്ദേശിച്ചത് വാളാണോ? അത് ഓർമ്മിപ്പിക്കരുത്. രണ്ടെണ്ണം കൊണ്ട് അടിച്ചോട്ടു പ്ലീസ്. പാലാരിവട്ടത്തുള്ള അക്കനാ, ഒന്ന് ഉറക്കിയിട്ട് വരാം. ഹലോ, എല്ലാരും പോടാ. രണ്ടെണ്ണം അടിച്ചു കഴിയുമ്പോ ഏതെങ്കിലും ഒരു അക്കനെ ഉറക്കണം. എന്നാ ഉറക്കിട്ട് തിരിച്ചു വരുവോ? അതുമില്ല. അതെന്താ? വെളുപ്പിനല്ലേ ഫോൺ വെക്കത്തുള്ളൂ, പിന്നെങ്ങനെ തിരിച്ചു വരാനാ? ഞാനിപ്പോ വരാം. നീ പോടാ അക്കനെ ഉറക്കാൻ. എടാ എന്നെ ഒന്ന് ഉറക്കിട്ട് പോടാ. ആരാ? അകത്തേക്ക് വന്നോട്ടെ. ഏയ്, എഴുന്നേക്കട വർഗീസേ. ക്ലാസ്സിൽ ഉറങ്ങാൻ സമ്മതിക്കില്ല. ഒരു ഹാപ്പി ന്യൂസ് പറയാൻ വന്നതാ. 1-2 ദിവസം നീ എന്നെ ടെൻഷൻ അടുപ്പിച്ച് കളഞ്ഞു. ഞാനോ? അതുകൊണ്ട് കാര്യങ്ങളൊക്കെ പെട്ടെന്നായിരുന്നു. നിന്റെ ക്ലാസ്മേറ്റ് ഉണ്ടല്ലോ, അഞ്ജന ശിവരാമൻ, അവളെ ഞാൻ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. വാക്കു ഉറപ്പിച്ചു. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. അതെ, മുകളിലേക്ക് വന്ന് പറഞ്ഞ അടിച്ചിട്ട് പോവാം. അയ്യോ വേണ്ട. ആ എങ്കിൽ ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. അത് ഭയങ്കര ബോറായിരിക്കും, യാതൊരു സംശയമില്ല. അഞ്ജന, ദീർഘസുമംഗലീ ഭവ. താജ് മതി. താജോ? എന്താ സുധി? അത് ട്രീറ്റ് കൊടുക്കണമെന്ന് പറഞ്ഞ് രാവിലെ മുതൽ ബഹളവാ. അഞ്ജനയുടെ ഫ്രണ്ട്സിനെ കൂടി കൂട്ടിക്കോ. കല്യാണം നടക്കണമെങ്കിൽ മിനിമം 4 കൊല്ലെങ്കിലും ആവും. അതിനിപ്പോഴേ ട്രീറ്റ് നടത്തുന്നത് ഭയങ്കര ബോറാ. അതുകൊണ്ട് സമയാവട്ടെ, എനിക്ക് ക്ലാസ്സിൽ കയറണം. ഓക്കെ, അഞ്ജനയ്ക്ക് താല്പര്യമില്ലെങ്കിൽ വേണ്ട. പക്ഷെ ഉച്ചയ്ക്ക് ലഞ്ച് എൻ്റെ ഒപ്പം വേണം. എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അയ്യോ സോറി സുധി, ഉച്ചയ്ക്ക് എനിക്കൊരു സ്ഥലം വരെ പോകാനുണ്ട്. പിന്നെ ഈ വുഡ് ബി എന്നും പറഞ്ഞ് കൂടെ കറങ്ങി നടക്കാൻ എന്നെ പ്രതീക്ഷിക്കണ്ട, ഞാൻ വരില്ല. കോളേജ് ലൈഫിൽ ഫുൾ ഫ്രീഡം വേണമെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞതാ. സുധി അത് സമ്മതിക്കുകയും ചെയ്തു. ഭാവി വരം പരീക്ഷയ്ക്ക് തോറ്റു എന്ന് പറഞ്ഞാ പിന്നെ നാണക്കേട് എനിക്കാ. അതുകൊണ്ട് മര്യാദയ്ക്ക് ക്ലാസ്സിൽ പോയിരുന്ന് പഠിക്കും. ബൈ. The given figure represents a line AB which is parallel to both horizontal plane and vertical plane. In this case, parallel to XY line. In its top view and front view, we can get the true length of given line in both views. Whether both the horizontal plane or vertical plane. Please note that this is very important from the examination point of view. So I am repeating. The given figure represents a line AB. ഒന്ന് ഉറങ്ങാനും സമ്മതിക്കൂല. അതെ, ഞാൻ ഇവിടെ ഇരിക്കത്തില്ല. ആ കൊച്ചിന്റെ നോട്ടം മുഴുവൻ എന്റെ മുഖത്തെ കൊള്ളുന്നു. ചീത്തപ്പേരുണ്ടായി തീർന്നു. അപ്പച്ചൻ പെണ്ണാലോചിച്ച് നടക്കുക. ഇനി അടുത്ത ക്ലാസ്സിൽ ഉറങ്ങാം. എല്ലാരും പറയുന്നു നമ്മൾ തമ്മിൽ പ്രേമാണെന്ന്. നമ്മൾ തമ്മിൽ? കുട്ടി വെറുതെ അനാവശ്യം പറയല്ലേ. കുട്ടി വിചാരിക്കുന്ന പോലെ എനിക്കങ്ങനൊന്നും ഇല്ല. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഞാൻ വിടത്തില്ല, എനിക്ക് ഇനിയും സംസാരിക്കണം. മീര വഴിന്ന് മാറ. എടോ കൃഷ്ണകുമാർ, ഒന്ന് വന്നേ, അത്യാവശ്യം ഒരു സ്ഥലം വരെ പോണം. എവിടെ? എവിടെ വന്നോ? അത് നീ എന്തിനാ അറിയുന്നത്? ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കയറി ഇടപെട്ടാലുണ്ടല്ലോ എന്റെ സ്വഭാവം ഭയങ്കര മോശാ. മാറേക്ക് തമ്മന്ന്. താങ്ക്സ് ഒക്കെ ഇരിക്കട്ടെ, ഞാൻ സീരിയസ് ആയിട്ടാ പറഞ്ഞത്. നമുക്കൊരു സ്ഥലം വരെ പോണം. എങ്ങോട്ട്? പറയാം, വാ. ഞാനില്ല. മറ്റേ ആന്റി ഇന്നലെ എന്നെ വിളിച്ചിരുന്നു. സുധിയേ, അങ്ങോട്ട് നോക്ക്.
അവനെ അവളെയും കൊണ്ടേ പോവൂ. സുധി, ഈ പോക്ക് കുഴപ്പമാ. അനുഭവിച്ചോളിയാ. കണ്ടില്ലേ, അവൻ വിളിച്ചാലേ അവള് പോവും. വിളിച്ചു നോക്ക്. ഔട്ട് ഓഫ് റേഞ്ച്. നിന്റെ റേഞ്ചിലുള്ള ഞങ്ങളൊക്കെ ഇവിടെ ഉള്ളപ്പോ എന്തിനാടാ ഈ ഔട്ട് ഓഫ് റേഞ്ചിൽ കിടന്ന് കളിക്കുന്നേ? ഞങ്ങളിപ്പോ വരാം. പടവെങ്കി ബൈ ദ വേ പറയാൻ മറന്നു. കൺഗ്രാലേഷൻസ്. താങ്ക്സ്. താനെങ്ങനെ അറിഞ്ഞു? കൊള്ളാം. ഇന്നലെ രാത്രി ഉറക്കത്തിൽ നിന്ന് വിളിച്ചെണീപ്പിച്ചിട്ടല്ലേ മൂപ്പർ എന്നോട് പറഞ്ഞ. അതിന്റെ കാരണം എന്താണെന്ന് ഇതുവരെ പിടികിട്ടിട്ടില്ല കേട്ടോ. എനിക്കും സുധി വലിയ പിടിയൊന്നുമില്ല. ഡാഡിക്കും നമുക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞു, ഞാൻ സമ്മതിച്ചു. പിന്നെ അവരുടെ ഇഷ്ടമല്ലേ നമുക്ക് വലുത്. അതെ. ആളെ മനസ്സിലായില്ലേ? ഗ്രേറ്റ് കൃഷ്ണകുമാർ. നമസ്കാരം. നമസ്കാരം. നിങ്ങളിരിക്കൂ, ഞാനിപ്പോ വരാം. സ്റ്റുഡൻസിനെ കണ്ടോ? റിയാലിറ്റി ഷോയ്ക്കുള്ള ഡാൻസ് എടുത്തോ? ഭയങ്കര കോമഡിയാണെന്ന് ടീച്ചർ പറയുന്നത്. അകത്തെന്താണോ പരിപാടി? വേണ്ട, നീ ഇപ്പൊ അകത്ത് പോയി പ്രശ്നം ഉണ്ടാക്കിയാൽ ഇന്ന് നിന്റെ കല്യാണം മുടങ്ങും. ഇവിടെ ഇങ്ങനെ കാവലി കിടന്നിട്ട് എന്ത് കിട്ടാനാ? വണ്ടി എടുക്കട. രണ്ടെണ്ണം വിട്ട ആ ടെൻഷനെങ്കിലും മാറും. കൃഷ്ണകുമാറിനെ പറ്റി പറയുമ്പോ ഇവക്ക് 100 നാവാ. അയ്യോ, പറഞ്ഞത് മുഴുവനൊന്നും അങ്ങോട്ട് വിശ്വസിക്കണ്ട. ഞാനുള്ള കാര്യങ്ങളാ പറഞ്ഞത്. 25നുള്ള ഡാൻസ് വേഴ്സിന് പെർഫോം ചെയ്യണമെന്ന് പറഞ്ഞപ്പോ ഇവൾക്ക് ഒറ്റ കണ്ടീഷനേ ഉണ്ടായിരുന്നുള്ളൂ. കൃഷ്ണകുമാർ മൃദംഗം വായിക്കണം. അയ്യോ, അത് ഈ ഹിന്ദി പാട്ടിനൊക്കെ മൃദംഗം വായിക്കാന്ന് വെച്ചാ എന്റെ ഐറ്റം ഭരതനാട്യമാ. അല്ലലിയ, കെട്ടാൻ പോകുന്നത് നീ, കൊണ്ട് നടക്കുന്ന ഇക്കണക്കിന് അവൻ കഴിച്ച എന്റെ ബാക്കി കഴിക്കേണ്ടി വരുമോ? നീ വയലന്റ് ആവാൻ വേണ്ടി പറഞ്ഞല്ല. അവനാണെങ്കിൽ നല്ല രക്തത്തിളപ്പുള്ള പയ്യനാ. പിന്നെ തൊട്ടാ പൊട്ടുന്ന പ്രായത്തിൽ അവളും. തട്ടിയാലും മുട്ടിയാലും മതി പൊട്ടാൻ. പറഞ്ഞു കൊടുക്കടാ, അവൾ എന്ത് കാണിച്ചാലും മിണ്ടാതെയും പറയാതെ ഇരുന്നോണം. അതിന് അവളിട്ട പേരാ 4 വർഷത്തെ ഫ്രീഡം. ഇന്ന് രാത്രി ഹോസ്റ്റലിൽ അവന് മാമോദീസ മുക്കിയെടുക്കണം. നാളെ മുതൽ അവൾ വിളിച്ചാ പോകാൻ കോളേജിൽ അവൻ ഉണ്ടാവരുത്. ആ ശ്രീത് എത്ര പ്രാവശ്യം വിളിക്കുന്നേ? ആ കുട്ടിക്ക് പഠിക്കാനൊന്നുമില്ലേ? ദേ, കെട്ടുപ്രായം കഴിഞ്ഞു നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരനാ. എനിക്കൊന്നും സഹിക്കുന്നില്ല. എന്നാ പിന്നെ വർക്കിച്ച നമുക്ക് ആ റോസമയൊന്ന് ആലോചിച്ചു. അവളെ കാണുന്നത് എനിക്ക് പേടിയാ. ഹലോ, ഞാൻ നാളെ എറണാകുളത്തേക്ക് വരിക. വനചേച്ചി പറഞ്ഞു പോരാൻ. എന്നെ കൊണ്ട് ഇനി കാണാതിരിക്കാൻ വയ്യ. ഇല്ലെങ്കിൽ ഞാൻ ചത്തുപോവും. വന്നോട്ടെ. നീ ചത്തു പോകുന്നതിന് മുമ്പ് ഞാൻ അങ്ങോട്ട് വരും. എന്നാ എപ്പോഴാന്ന് പറ. ഞായറാഴ്ച. സത്യമായിട്ട് വരും. വരുമ്പോ എന്ത് കൊണ്ടുവരും? എറണാകുളം സ്പെഷ്യൽ. നല്ല മുഴുത്ത കൊതുക് കൊണ്ടുവരാം. മതി, കൊതുകാലും മതി. കിച്ചേട്ടൻ കൊണ്ടിരുന്നതല്ലേ, പാവമായിരിക്കും. കിടക്കുന്നതിന് മുമ്പ് വിളിക്കാം. അതെ, രണ്ടാളും ഒന്ന് വരണം. ടെറസിലേ ചേട്ടന്മാരുടെ ഒരു പാർട്ടി ഉണ്ട്. ആ തബലയും കൂടെ അങ്ങെടുത്തോ. അയ്യോ, തബലയല്ല, മൃദംഗം. രണ്ടായാലും കൊട്ടിയാലേ സൗണ്ട് വരുള്ളൂ. പേര് ഒന്ന് മതി. എടുക്കടാ. അയ്യോ, ഇത് അങ്ങനെ പാർട്ടിക്കൊന്നും കൊണ്ടുപോകാൻ പാടില്ല, അശുദ്ധമാവും. ആഹാ, അത് ശരി, അശുദ്ധാവൂ. എന്നാ ഒന്ന് കാണണമല്ലോ. നടക്കടാ. എന്താടാ നോക്കണേ? നടക്കാൻ.
പിടിക്കളിയാ. അഞ്ജന ശിവരാമനും നീയും തമ്മിൽ എന്താ ബന്ധം? ആ കുട്ടിയും ഞാനും തമ്മിൽ എന്ത് ബന്ധം? പിന്നെ നീയും അവളും കൂടെ ഇന്ന് വണ്ടി കയറി പോയത് എന്തുണ്ടാക്കാനടാ? അത് ആ കുട്ടിയുടെ ഒരു ഡാൻസ് പെർഫോമൻസിന് മൃദംഗം വായിക്കാൻ ആ കാര്യം പറയാൻ വേണ്ടി ഡാൻസ് ടീച്ചറിന്റെ വീട്ടിൽ പോയി. എന്നിട്ട് എന്ത് തീരുമാനിച്ചു? മൃദംഗം വായിക്കുന്നത് എന്റെ പ്രൊഫഷൻ അല്ലേ? അത് ശരി. അപ്പോ ഞങ്ങള് പോവണ്ടെന്ന് പറഞ്ഞ നീ പോവൂ? ആ കുട്ടിക്ക് ഞാൻ വാക്ക് കൊടുത്തതാ. ഇനിയിപ്പോ പോയില്ലെങ്കിൽ അത് തെറ്റല്ലേ? നീ നിന്റെ ഒടുക്കത്തെ അടിക്കടായി നായിന്റെ മോനെ. അയ്യോ അവനൊന്നും ചെയ്യരുത്. അവനെ കരിമ്പന്മാരും മുട്ടയെ കുത്തി നിവർന്നു നിന്നപ്പോ ആദ്യം പഠിച്ചത് തറയാൻ പറയൊന്നും അല്ലടാ, തല്ലാനും തല്ലി തോൽപ്പിക്കാനും തല്ലി കൊല്ലാനുവാ. കൊന്നുകളയും ഞാൻ. നിർത്തിക്കോണം, ഇന്നത്തെ കൊണ്ട് എല്ലാം നിർത്തിക്കോണം. ഇനി ക്യാമ്പസിൽ കണ്ട കൃഷ്ണകുമാർ, അവിടെ കൃഷ്ണകുമാർ. ഇവൻ ഇവിടെ കിടക്കും. എടുത്താൽ എടുത്തവന്റെ കൈ ഞാൻ എടുക്കും. ഓടാ ഓൻ.
കിച്ചണിക്ക് കിച്ച കിച്ചണിക്ക് കിച്ച കൃഷ്ണകുമാറിന്റെ പാസ്റ്റിൽ എപ്പോഴെങ്കിലും ഇത്തരം അബ്നോർമൽ കണ്ടീഷൻസ് ഉണ്ടായിട്ടുണ്ടോ? ഐ മീൻ എന്തെങ്കിലും മെന്റൽ ഓർ സൈക്കോളജിക്കൽ ഡിസ്റ്റർബൻസസ്? അങ്ങനെ ചോദിച്ചാൽ പ്രത്യേകിച്ച് പിന്നെ കുട്ടിക്കാലത്ത് ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. എന്താ അത്? കിച്ചന്റെ താഴെ ഒരു അനിയനുണ്ടായിരുന്നു. അവൻ വണ്ടി ഇടിച്ച് മരിച്ചത് കിച്ചന്റെ മുമ്പിൽ വെച്ച. അതുണ്ടാക്കിയ വിഷമങ്ങൾ ഒരു 5-6 മാസത്തേക്കുണ്ടായിരുന്നു. പൂജയും വഴിപാടും മരുന്നും മന്ത്രവും ഒക്കെ ആയിട്ട് എന്തായാലും അതങ്ങ് മാറി. പിന്നെ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ആയിരിക്കാം, പക്ഷേ മോസ്റ്റ് പ്രോബബ്ലി ആ ഇൻസിഡന്റ് തന്നെയാണ് റീസൺ. ഫ്ലാഷ് ബാക്ക് ഫിനോമിനാൻ എന്നൊക്കെയാണ് ഞങ്ങൾ അതിന് പറയാറ്. മെന്റലി ഷോക്കിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇനിയും ഉണ്ടായാൽ ഇത്തരം അവസ്ഥകൾ ഇനിയും ആവർത്തിക്കപ്പെടാം. അപ്പോ ഇനി ഇത് മാറില്ലേ എന്ന് ചോദിച്ചാൽ ഇതങ്ങനെ മരുന്നും ചികിത്സ കൊണ്ട് മാറാൻ ഒരു രോഗമോ അല്ലെങ്കിൽ ഡിസീസോ ഒന്നുമല്ല, ഒരു തരം മാനസികാവസ്ഥയാണ്. ഇത്തരം ഇൻസിഡന്റിലേക്ക് കൃഷ്ണകുമാർ ഭാവിയിൽ എത്തിപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക. അതുമാത്രമേ ഇനി മാർഗമുള്ളൂ. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും എന്താ ഏതാന്ന് ഞാൻ അന്വേഷിക്കുക പോലും ചെയ്തിട്ടില്ല. തെറ്റാന്നറിയാം, ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, അവരോടൊക്കെ ഏറ്റുമുട്ടാനുള്ള ധൈര്യം എനിക്കില്ല. എവളെയും കുഞ്ഞിനെയും കൊണ്ട് അവിടെ ജീവിക്കണ്ടേ? കിച്ചൻ ഇനി എറണാകുളത്തേക്ക് വരണ്ടെന്നാ എന്റെ അഭിപ്രായം. ശരിയപ്പാ, അവൻ വരുന്നു എന്ന് ആലോചിക്കുമ്പോ തന്നെ എനിക്ക് പേടിയാ. വേണ്ടപ്പാ, അവൻ ഇനി പഠിക്കാനുള്ള ഭാഗ്യം ഇല്ലെന്നങ്ങ് കരുതിയാ മതി. അപ്പ പറഞ്ഞ കിച്ചേട്ടൻ കേക്കും, പോവണ്ടെന്ന് പറഞ്ഞാ മതി. അതെ, അതാ എന്റെയും അഭിപ്രായം. ഡോക്ടർ പറഞ്ഞതറിയാലോ. ഡോക്ടർ പറഞ്ഞൊന്നും അവൻ അറിയരുത്, അറിയാൻ പാടില്ല. മനസ്സിൽ അങ്ങനെ തോന്നലുണ്ടായാൽ ആകെ കുഴപ്പ, ഇല്ലാത്ത അസുഖമൊക്കെ ഉണ്ടാവും. അല്ല, ഡോക്ടർമാര് പറയുന്നതെല്ലാം ശരിയാവണമെന്നില്ലല്ലോ. എന്നാലും അവൻ ഇനി പഠിക്കാൻ വിടണ്ട, എനിക്ക് എപ്പോഴും കാണണം, എന്റെ അടുത്തുണ്ടാവണം. അപ്പ അമ്മ പറയണതാ ശരി. അപ്പ കിച്ചേട്ടനോട് പറയപ്പാ. പറയും, പറഞ്ഞേ പറ്റൂ. കോളേജിൽ പ്രിൻസിപ്പാളെ വിളിച്ചിരുന്നു. നീ ഇനി കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു. നാളെ വിളിക്കാമെന്നും പറഞ്ഞ് ഞാൻ ഫോൺ വെച്ചു. ഇവിടെയാണെങ്കിൽ എല്ലാവരും നിന്നെ ഇനി പഠിക്കാൻ അയക്കണ്ടെന്നാ പറയണേ. മറ്റുള്ളവരുടെ മുമ്പിൽ നീ ഒരസുഖക്കാരനായി ജീവിക്കുന്നത് കണ്ടു നിൽക്കാൻ വയ്യ. എന്റെ മോനൊരു അസുഖമില്ല, ഇനിയൊന്നും വരാനും പോകുന്നില്ല. ഇത് ജീവിത തോറ്റു കൊടുക്കരുത്, ജയിച്ച് കാണിച്ചു കൊടുക്കണം. മോൻ തിരിച്ചു പോണം, പഠിക്കണം.
ക്ഷമിക്കണം. അപ്പയുണ്ട് കൂടെ, അപ്പ കൂടെ ഉണ്ട്. എങ്ങോട്ടാ? ഇനി ഇവിടെ കണ്ടുപോരുന്ന അന്നേ നിന്നോട് ഞാൻ പറഞ്ഞതാ. എന്നിട്ടും കെട്ടിയെടുത്തു എന്ന് വെച്ചാ ജാതകദോഷം മാറിയില്ലെന്നർത്ഥം അല്ലടവെങ്കി. സാധാരണ ഭ്രാന്തിളകിയ ഏതെങ്കിലും ഉറപ്പുള്ള മുറിക്കകത്ത് പൂട്ടിയിടുക പതിവ്. പൂട്ട് പൊട്ടിച്ചിറങ്ങിയതോ അല്ലെങ്കിൽ വീട്ടുകാർക്ക് ബാധ്യതയായിട്ട് തുറന്നു വിട്ടതോ? പറയടാ, പറയേ. ചേട്ടന്മാരെന്ന് അറിയട്ടെ. പറയടാ, പറയാൻ. നിന്നോടല്ലടാ പറയാൻ പറഞ്ഞേ. പറയാ.
തല്ലി തോൽപ്പിക്കാനോ ജയിച്ച് കാണിക്കാനോ തിരിച്ചു വന്നതല്ല ഞാൻ. ജീവിക്കാൻ വേണ്ടി, പഠിക്കാൻ വേണ്ടി വന്നതാ. പക്ഷെ സമ്മതിക്കില്ല നീ. താളം കൊട്ടി മാത്രം ശീലിച്ചൊരു ശുദ്ധ ബ്രാഹ്മണനാണ് ഞാൻ. എന്റെ കാലിന്റെ താഴെ ഇപ്പൊ നിന്റെ നെഞ്ച് പിടയ്ക്കുന്ന താളവാ. ഞാൻ ആഞ്ഞൊരു ചവിട്ടിയാ കച്ചേരിക്ക് കൊട്ടി നിർത്തുന്ന പോലെ ഇതും നിലയ്ക്കും. ഈ കളി ഇന്നത്തെ കൊണ്ട് നിർത്തിക്കണം. ഇതിനി കളിച്ച നമ്മളിൽ ഒരാളെ ഉണ്ടാവും. അത് നീ ആയിരിക്കില്ല.